എന്റെ ദിയാസന, നീ വന്ന് ഭയങ്കര പാവം പിടിച്ച കണക്ക് ഈ ദിയ ആരും കണ്ടിട്ടില്ല കേട്ടോ. അയ്യോ എന്തോ ഒരു സൗമ്യം. നീ എടുത്ത് ആരെങ്കിലും ചിപ്പോന്ന് പറഞ്ഞ ദിയ കയറി പറയാൻ പോകുന്നത് അതിന്റെ ഇരട്ടി ചീത്തവിളിയായിട്ടായിരിക്കും ദിയാസന മീഡിയയിലാവട്ടെ ഏത് സോഷ്യൽ മീഡിയയിലാവട്ടെ അവൾ എവിടെ അങ്ങനെയാണ് പറയുന്നത്. അല്ലെ ദിയ, നീക്ക് എന്താ പേടിയുണ്ടോ? എന്തോ മുഖത്തിനൊക്കെ ഭയങ്കര പേടി തോന്നിക്കുന്നല്ലോ. എടി, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. പക്ഷെ നമ്മുടെ ചേച്ചി ഇപ്പം മസാല ദോശയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ നേരവും മസാല ദോശ ഇങ്ങനെ വിളിക്കും, ഓർഡർ ചെയ്യും. പൂക്കുട്ടി എനിക്ക് ഇന്ന മസാല വേണം, ഉച്ച കഴിയുമ്പോൾ ഇന്ന മസാല വേണം, രാത്രി ആകുമ്പോൾ ഇന്ന മസാല വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി മസാലയുടെ കൂടെ വട നല്ലതാ ചേച്ചി, നല്ലതാ. ഓക്കെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അറിയാമല്ലോ, ഈ പറയുന്ന സജന സംബന്ധമായിട്ടുള്ള വിഷയമാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പറയുന്ന സജന നൂറ ഒഫീഷ്യൽ എന്ന ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടേ ഈ ഒരു കോണ്ടന്റ് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഈ പറയുന്ന യൂട്യൂബിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ വന്നൊരു അത്യാവശ്യം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സെയിം കോണ്ടന്റ് തന്നെ വേറൊരു യൂട്യൂബർ അവരുടെ അക്കൗണ്ടിലോട്ട് അതുപോലെ എടുത്തങ്ങിട്ടിട്ടുണ്ട്. അതുപോലെ കാരണം എന്താണ്, ഒരു ഭർത്താവിനെ വഞ്ചിച്ച ഒരു സ്ത്രീക്ക് ആ ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത്. ഇതൊന്നും രേണുസുതി വിഷയത്തിൽ കണ്ടില്ലായിരുന്നു. ഇതിൻ്റെയൊക്കെ ഇരട്ടത്താപ്പും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. നമുക്ക് ഇവരുടെ വോയിസും കാര്യങ്ങളും എല്ലാം നമ്മൾ കേട്ടതാണ്. ഈ ഫിറോസ് ഇങ്ങനൊരു തെളിവ് സോഷ്യൽ മീഡിയ കൊണ്ട് ഇട്ടില്ലായിരുന്നെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ, ആ താത്ത പറയുന്ന കാര്യങ്ങളെല്ലാവരും വിശ്വസിച്ചേനെ അല്ലേ? അവർ പറയുന്നതെല്ലാം വിശ്വസിച്ചേനെ ഈ പറയുന്ന സജിനെ വാഴ്ത്തിപ്പാടിനെ കേരളത്തിലെ ജനങ്ങൾ. ഇപ്പോൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? കാരണം എല്ലാ കാര്യങ്ങളും നമ്മുടെ ചെവി നമ്മൾ കേട്ട് കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും, ഈ പറയുന്ന പൂക്കുട്ടിയുടെ കാര്യങ്ങളും 3 CR കാര്യങ്ങളും കോടിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു കാര്യം വന്നിട്ടുണ്ട്, ഈ ഒരു വിഷയം തിരിക്കാൻ വേണ്ടി മാത്രമാണ് ദിയാസനെ പിടിച്ചിട്ടത്. കാരണം സോഷ്യൽ മീഡിയയില ദിയാസനയ്ക്ക് ഭയങ്കര നെഗറ്റീവാണ്, ഈ പറയുന്ന താത്ത നെഗറ്റീവാണ്, അതുൽ വ്ളോഗ്സ് നെഗറ്റീവാണ്. എനിക്കറിയാവുന്ന യൂട്യൂബ് സർക്കിളിലുള്ള എല്ലാ റിയാക്ഷൻസ് വീഡിയോസ് അവരായിട്ടും ഈ പറയുന്ന ദിയാസനെ വെറുപ്പാണ് എന്ന് പറഞ്ഞാൽ വെറുപ്പാണ്. ആ പാടെ കൂടുതലും ദിയാസനയായിട്ട് സംസാരിക്കുന്ന ഒരേ ഒരാൾ സീക്രട്ട് ഏജന്റ് മാത്രം, പിന്നെ ബാക്കി എല്ലാവരും വെറുപ്പാണ്. അപ്പം എനിക്ക് നല്ല രീതി അറിയാവുന്ന ഒരു കാര്യമാണ്, ദിയാസന എല്ലാവർക്കും വെറുപ്പാണ്. അതുകൊണ്ട് അത് നല്ല രീതി മുതലാക്കുക, പൂക്കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി. ഈ അടുത്ത സമയത്ത് തന്നെ അങ്ങേരുടെ സാമാനം എടുത്ത് വെച്ചതിൻ്റെ കഥകൾ വരെ വിളിച്ചു പറഞ്ഞൊരു സ്ത്രീയാണ് ഇവർ, അയാളുടെ സാമാനത്തെ പോലും. അതും സ്വന്തം അമ്മയുണ്ട് കോൺഫറൻസ് കോളിലാണ്. ഈ പറഞ്ഞ സജ്ജനയുടെ അമ്മ, ഈ പറഞ്ഞ പൂക്കുട്ടി, ഇവരെല്ലാവരും കൂടെ കോള് ചെയ്ത സമയത്ത് ഇവർ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. ചുമ്മാ അതല്ലല്ലോ എടുത്ത് വെച്ചിട്ടുണ്ടാക്കിയതല്ലേ എന്നുള്ള രീതിയിലാണ്. ആ വ്യക്തി കഴിഞ്ഞ ഇൻ്റർവ്യൂ വന്നിട്ട് എൻ്റെ അച്ഛനാണ്, എൻ്റെ പ്ലംബറാണ്, എൻ്റെ ഡോക്ടറാണ്, എൻ്റെ കുഞ്ഞിൻ്റെ ഫീസ് അടയ്ക്കുന്നതാണ് എന്നൊക്കെ കിടന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോയിൽ തന്നെ ഈ സജ്ജന പറയുന്ന ഒരു കാര്യം, 2500 രൂപയല്ലേ ഫിറോഷ എൻ്റെ കുഞ്ഞിന് നീ അയച്ചു കൊടുക്കുന്നേ? 2500 രൂപയ്ക്ക് അത്ര പുച്ഛമാണോ? നിങ്ങൾ തന്നെ ഈ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 രൂപ പോലും എനിക്കില്ലായിരുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ 2500 രൂപ അത്ര പുച്ഛമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ അവരുടെ പുച്ഛമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവർ ഫ്രോഡ്, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, ഫ്രോഡ് ടീമാണ്. സോഷ്യൽ മീഡിയ വന്നിട്ട് ആൾക്കാരെ വെറും മണ്ടരാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, മണ്ടരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലോചിച്ച് നോക്കുന്നതാണ് എന്തുകൊണ്ട് ഇതാരും ഇങ്ങനെ സംസാരിക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, പെണ്ണാണ്. ഇവർക്ക് വിക്ടിം കാർഡ് ഇറക്കാൻ പറ്റും. അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, എന്നെ പരസ്യമായിട്ട് മോശമായിട്ട് പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ വരുത്തി തീർക്കാൻ ഇവരെ കൊണ്ടൊക്കെ സിമ്പിളായിട്ട് പറ്റും. അതാണിപ്പോൾ നടക്കാൻ പോകുന്ന കാര്യം. ഇപ്പോൾ ഇവരുടെ യൂട്യൂബ് ചാനൽ ഒഫീഷ്യലായിട്ട് ഈ സാധനം വന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ടോ, ഓരോ യൂട്യൂബേഴ്സിനും സ്ട്രൈക്ക് വരാൻ ചാൻസ് ഉണ്ട്, ഉറപ്പാണ്, ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. സ്ട്രൈക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ ആൾക്കാർ പേടിക്കും. നിങ്ങളിത് എഴുതി ഒപ്പിട്ട് വെച്ചോ, പണി വരാൻ ഇരിക്കുകയാണ് യൂട്യൂബേഴ്സ് റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി. പിന്നെ ഈ ഒരു വിഷയം തിരിക്കാൻ വേണ്ടി ദിയാസനെ പിടിച്ചിട്ടു. ഇപ്പോൾ എന്താ പറയണ്ടേ, ദിയാസനെ വലിക്കാതിരിക്കുമോ അതൊക്കെ നിങ്ങൾ പ്രൂവ് ചെയ്യും, തെളിവ് കൊണ്ടുപോവാ. നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, പൂക്കുട്ടിയുടെ കാര്യം ഇവിടെ സംസാരിക്കും നമ്മൾ. ദിയാസനയുടെ കാര്യങ്ങൾ സംസാരിച്ചാൽ പുള്ളിക്കാരി ഇവിടെ സേഫ് ആക്കുന്ന പൂക്കുട്ടിയാണ് സേഫ് ആക്കുന്നത്. ഇടയ്ക്കൊന്ന് സേഫായി പോയപ്പോഴാണ് ലങ്കര എക്സ്ക്ലൂസീവ് കൊണ്ടുവന്നത്. എങ്ങനെയെങ്കിലും ഇനി ഇയാളെ തിരിച്ച് വെളുപ്പിച്ച് കൊടുക്കണം. കാരണം 3, 4, 5 കോടി രൂപ ആണ് കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം, സജിനയ്ക്ക് അറിയാത്ത കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു കഥയിലാണ്. അത് സജിന വഴിയെ മനസ്സിലാവും. സജിന എന്താ പറയണ്ടേ, സ്വന്തം നിഴലിനെയും കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. സജിനയ്ക്ക് ഏതൊക്കെ രീതിയിലാണ് പണി വരുന്നത് എന്നുള്ള രീതിയിൽ ആരൊക്കെ വിശ്വസിച്ച് കൂടെ നിന്നാലും മുഖത്ത് നോക്കി ഞാനൊരു കാര്യം പറയാം,
സജിനെ തന്നെ മാത്രം വിശ്വസിച്ചാൽ മതി, ബാക്കി ഒരാളെയും വിശ്വസിക്കണ്ട. ഞാൻ ഇത്ര കോൺഫിഡൻസോടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം തനിക്ക് എവിടെ നിന്നാണ് പണി വരുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സജിനെ തന്നെ ഒന്ന് സൂക്ഷിച്ചോ. ഇത് മാത്രമേ ഞാൻ ഇട്ട് തരുന്നുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? ബാക്കി എല്ലാ കാര്യത്തിലും വട്ടത്തിൽ മൂഞ്ചിയിരിക്കുക. ഞാൻ മാത്രമല്ല ഇറങ്ങാത്ത നമ്മുടെ പൂക്കുട്ടി അങ്കിൾ ഉൾപ്പെടെ. ഓക്കെ, അപ്പോൾ നമുക്ക് കഥാനായികയുടെ പ്രസംഗത്തിലോട്ട് പോകാം. നമുക്ക് കേൾക്കാം. അങ്ങനെ എന്താ പറയുക, ഉപ്പ് തിന്ന് വെള്ളം കുടിക്കുമെന്ന് പറയുന്ന പോലെ ചേച്ചിയുടെ മസാല കഥകളൊക്കെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അപ്പം എല്ലാവരും കോണ്ടന്റ് ഈ പറയുന്ന ദിയാസേനയിലോട്ട് പോകാനാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് ആരും ഇതിനു വേണ്ടി മുന്നിട്ട് വരുന്നില്ലെന്നൊരു സ്ത്രീ പറയുന്നുണ്ട്. സമൂഹത്തിനെ ക്ലീൻ ആക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു സ്ത്രീ. എൻ്റെ പൊന്നോ, ഡ്രഗ്സ് മാഫിയ ആര്? ദിയാസന. നമ്മുടെ സുനയുടെയോ വേറെ സോറി രേണുസുധിയുടെ എന്തുമായിരുന്നു, പെണ്ണുങ്ങളെ കയറ്റി വിടുന്നു. പിന്നെ അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത്, എന്തൊക്കെ കഥകളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ സുന എന്ന് വിളിച്ചു, അത് എൻ്റെ വായിൽ നിന്ന് വീണ് പോയതാ, സോറി. ഓക്കെ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അത് പറയുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ ഒരു കാര്യം എടുത്ത് പറയുന്നത്. അപ്പം ചേച്ചിയുടെ പ്രസംഗങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. ഞാനൊരു കാര്യം ഇപ്പോഴും പറയാം, ഇത് എൻ്റെ വീഡിയോ കാണുന്നവരോട് എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഈ ഒരു കേസ് കേട്ട് തിരിച്ച് ദിയാസേനയിലോട്ട് വിടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ 2 യൂട്യൂബർ പൈസ മേടിച്ച് അതാരൊക്കെയാണെന്ന് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലാക്കാണല്ലോ. ഞാനൊരു കാര്യം തുറന്നു പറയാം നിങ്ങൾക്കൊക്കെ ആരാധനയൊക്കെ കാണും. ചില ആൾക്കാർക്ക് നിന്റെ കൂടെ ഉള്ള ആൾക്കാർ നിന്നെ പണിയാത്ത എന്താണെന്നറിയാവോ? കാരണം അവരും സെയിം തെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവർ പേടിക്കും. കാരണം നിന്റെ പേരിൽ ഒരു അലിഗേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു കേസ് കൊണ്ട് കൊടുക്കുമ്പം അവരും കൂടെ അല്ലേ പൊങ്ങുന്നത്. അപ്പം തെറ്റ് ചെയ്യാത്ത ആൾക്കാർ ഇതുപോലെ പ്രതികരിക്കും. അപ്പൊ എന്റെ മോളെ, നിനക്ക് മാത്രമല്ല ഫിറോസ് ഖാനും പിന്നെ എന്നെ കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി പോയ ഒരു ദുബായിൽ ഒരുത്തുണ്ട്. ഞാൻ ആ വീഡിയോക്കകത്ത് പ്രത്യേകം എന്തോ ഭാഗ്യത്തിന് ആ സാധനം പറഞ്ഞിട്ടുമുണ്ട്. അത് കണ്ടിട്ട് ട്രിഗർ ചെയ്തിട്ട് അടുത്തൊരു വോയിസ് റെക്കോർഡ് വന്നിട്ടുണ്ട്. റോഷ്നി എന്ന് പറഞ്ഞിട്ട് ദുബായിലെ ഏറ്റവും നമ്പർ 1, എനിക്കത് പറയാൻ താല്പര്യമില്ല, അങ്ങനത്തെ ഒരു തിങ്. ചേച്ചി അതെന്താ ചേച്ചി? എന്തായാലും ഞാനൊരു കാര്യം പറയാം. ടോപ്പിൽ നിങ്ങളാണ് നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ എന്തോ പറയാൻ വന്നൊരു കാര്യമില്ല, പക്ഷെ നിങ്ങൾ ടോപ്പ്, വൺ ഓഫ് ദ ബെസ്റ്റ്. എന്താ പറയുക, നിങ്ങൾ ടോപ്പ് ഒരു 2 ആഴ്ച കൊണ്ട് നിങ്ങൾ വേറെ ലെവലിലോട്ട് എത്തിക്കഴിഞ്ഞു. ഇവിടെ ഓരോരുത്തരും 1.5 വർഷം കൊണ്ടുണ്ടാക്കി ഓറ നിങ്ങൾ വെറും 2 ആഴ്ച കൊണ്ടുണ്ടാക്കി. അതിൻ്റെ അപ്പുറം ഒന്നും ഈ പറയുന്ന റോഷിനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം ഓസ്കാർ അവാർഡ് പോലെ. ഇപ്പൊ അവളെ വോയിസ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇനി അവളുടെ ഫോട്ടോകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടി ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് കേട്ടാം. കാരണം ഫോട്ടോ എൻ്റെ കയ്യിലില്ല, കാണിച്ചു തരാം ഞാനത്. അവളാണ് റോഷ്നി. കാരണം എന്തായാലും ഞാൻ ഇത്രയൊന്നും അറിയില്ലേ. അപ്പൊ എന്നെയൊന്ന് ഭയങ്കരമായിട്ട് റോഷ്നി. ഒന്നും കൂടെ റോഷ്നി എന്ന് കാണട്ടെ. കൊള്ളാം. പൂക്കുട്ടി മെസ്സേജ് അയച്ച ആളാണ്. പൂക്കുട്ടി റോഷ്നിക്കും മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു, ചേച്ചിക്കും മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. ഇവരെ ഇച്ചിരി ഇതൊക്കെ ആയിരുന്നെന്ന് പൂക്കുട്ടി ഇങ്ങനെ അടിച്ച് സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. റോഷ്നി കാരണം എന്തായാലും പക്ഷേ റോഷിനി വീണില്ല കേട്ടോ. വീണതാരാ? മസാല ദോശ വരെ കഴിക്കാറായി ഇപ്പം. കഴിച്ചു. ഞാൻ ഇത്രയൊന്നും അറിയില്ലേ. അപ്പൊ എന്നെയൊന്ന് ഭയങ്കരമായിട്ട് റോഷ്നി, നീ എന്നെ നശിപ്പിക്കാൻ നോക്കിയ നീയെ, നിന്നെ ഞാൻ വെറുതെ വിട്ടണം, പോട്ടെ ജീവിക്ക് എന്ന് പറഞ്ഞ് വെറുതെ വിട്ടവളെ. ഇന്ന് കേരളത്തിലെ ആൾക്കാരുടെ ഒരു ഔദാര്യം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ പുച്ഛം മാത്രമേ ഉള്ളൂ, പുച്ഛവും വെറുപ്പും മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് റോഷിനിയെ പറയാനാ? ഇപ്പം ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റോഷിനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അടിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം ഇവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ദിയാസന എൻ്റെ റൂമിൽ വന്നപ്പോൾ എടീ നീ ഫോൺ കട്ട് ചെയ്യ്, ഇതെടുത്ത് അടിക്കുന്നുള്ള രീതിയിലാണ്. ഇതൊന്നും യൂസ് ചെയ്യാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് ആരും അങ്ങനെ പറയത്തില്ല. അപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അടുത്തായിരിക്കാം ചിലപ്പോൾ ദിയ അങ്ങനെ സംസാരിച്ചത്. ഓക്കെ, എന്തായാലും ദിയയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് നിരത്താൻ നോക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ ഇവരെ വെളുപ്പിച്ച് പൂക്കുട്ടിയെ നന്നാക്കാനും ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഞാൻ ആലോചിക്കുന്നു ഇങ്ങനെയും കുറേ മനുഷ്യരുണ്ടായിരുന്നു, എന്നിട്ട് ഇവരെയൊക്കെ ആരാധിച്ച് നടക്കാൻ കുറേ ആരാധാലയങ്ങളുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ആരാണെന്ന് മനസ്സിലായല്ലോ. താത്ത നീയായിട്ട് ചൊറിഞ്ഞു മേടിക്കരുത്. പിന്നെ ഫിറോസ് ഖാനിന് ഓഫ്കോഴ്സ് അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ഇനി എനിക്കറിയത്തില്ല. കാരണം ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളുമായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഫിറോസ് ഖാൻ ഇത്രയും സപ്പോർട്ട് ചെയ്ത് അവൾ വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ലേഡി ആയതുകൊണ്ട്
അവര് തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണും. കാണട്ടെ എന്നേ. ഒരു ക്രിക്കറ്റ് കളിയൊക്കെ ആകുമ്പം ഇന്ത്യ ഓസ്ട്രേലിയയുടെ മാത്രം കളി കണ്ടാൽ എങ്ങനെ ഇരിക്കും? ഇടയ്ക്കൊക്കെ ഇംഗ്ലണ്ടൊക്കെ കയറി വരട്ടെ ഇങ്ങോട്ട്. പിന്നെ ന്യൂസിലാൻഡിൽ പോകുമ്പോൾ ഒന്ന് അറിയിക്കുന്നത് നല്ലതായിരിക്കും. നമുക്കുള്ളൊക്കെ ഇവിടെ ചൊറിയും കുത്തിയിരിക്കുകയാണേ. ഐ മീൻ കണ്ടന്റ് ചെയ്യുമ്പോൾ ന്യൂസിലാൻഡൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണേ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്കൊക്കെ ഇങ്ങനെ സ്പ്രേ ഒക്കെ അടിച്ച് നടക്കാനേ ഉള്ളു ഭാഗ്യം. എന്തായാലും മണ്ടനായ പൂക്കുട്ടിയും പൊട്ടനായ ഫിറോസും എല്ലാവരും വന്ന് പെടുന്നതൊക്കെ എല്ലാം ഇതുപോലുള്ള സാധനത്തിൻ്റെ അടുത്ത് കഷ്ടം. എന്ത് ഇല്ല, ഒരു കമൻറ്റ് ബോക്സിലൊരു കാര്യം സ്ഥിരം വരുന്നതാണേ, ഈ സണ്ണി ലിയോൺ മോശമാണെന്നില്ല മിയ ഖലീഫ പറയുന്ന ഒരവസ്ഥയാണ്. കൊള്ളാം, അടിപൊളി. അതൊന്നും നമ്മൾ പറയുന്നില്ലേ. പിന്നെ ഫിറോസ് ഖാൻ നിങ്ങളത്രയും കഥകളൊന്നും അത്രയൊന്നും വരൂല്ല. ഒരു അലിഗേഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞിന്റെ കാര്യം, എന്റെ കുഞ്ഞിന്റെ കാര്യം. അതായത് എന്റെയും ഫിറോസ് ഖാനും ജനിച്ച കുഞ്ഞിനെ കുറിച്ച്. നാണമില്ലയോടോ തനിക്ക്? ഫോൺ തരുത്തില്ലടോ. ഇത്രയും നാള് തനിക്ക് ഞാൻ ഫോൺ തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും തനിക്ക് എന്റെ കുഞ്ഞിന്റെ ഫോൺ കോളും തന്നെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കല്ല ഞാൻ കുഞ്ഞിനുള്ള സ്പേസ്. തന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ല, തന്നോട് ബഹുമാനം കൊണ്ടല്ല. ആ കുഞ്ഞിന് തന്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫാദർ എന്ന ഒരാളെ അവന് ആവശ്യമുണ്ട്. എന്റെ കുഞ്ഞും ഇതുപോലത്തെ ഒരു വേദന എന്റെ മൂത്ത മോള് അനുഭവിച്ചതുകൊണ്ട് ഞാൻ ആ തന്തയും മക്കളെയും പിരിപ്പിക്കാതെ നോക്കിയതാ. അത് തന്നോടുള്ള ബഹുമാനമല്ല, എന്റെ കുഞ്ഞിന് കിട്ടട്ടെ. അവന് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം ഞാനൊരു തള്ള വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റും. ഒരു എക്സ്പോസ് ആയി ഇപ്പൊ തന്നെ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ സ്ത്രീ. അപ്പം അന്ന് കാണിച്ചതൊക്കെ വെറും അഭിനയമാണെന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇവർ തന്നെ സംസാരിക്കുന്നുണ്ട്. ഈ സ്നേഹമൊക്കെ കുഞ്ഞിനെ എൻ്റെ ഇക്ക വിളിക്കുമ്പോൾ ഞാൻ കുഞ്ഞിനെ കൊടുക്കും. നേരത്തെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചതാണ്, മനസ്സിലായോ? ആത്മാർത്ഥം കൊണ്ടല്ല, ആത്മാർത്ഥയും കോപ്പൊന്നും ഇല്ല, മനസ്സിലായോ? അന്നും ഇന്നും പെണ്ണിന് പണം തന്നെ കാമുകനെന്ന് കേട്ടിട്ടുണ്ട്. ആ ഗണത്തിൽപ്പെടുത്താം. ഇവിടെ തനിക്ക് നാണമില്ലോട് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പറയാനാ? ഒരു നാണവും മാനവും ഇല്ലെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നേ. അത് മാത്രമല്ല, ഈ ദിയയോട് ഇത്രയും കലിപ്പ് വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇവരുടെ ആദ്യ കുഞ്ഞും ഫിറോസ് ആ കുഞ്ഞിനെ പിക്കാൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ ആ കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ദിയ തന്തയ്ക്ക് വിളിച്ചത്. അവർ തന്തയ്ക്കല്ല കൊല്ലുക വേണ്ടത് ആ സമയത്ത്. അങ്ങനെ വരെ പ്ലാൻ ചെയ്തൊരു വ്യക്തിയാണ്. ഇവരെയൊക്കെ വെളുപ്പിക്കാൻ ഇവിടുത്തെ കേരളത്തിൽ ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത്. ഈ ഒരു കാര്യത്തിലെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അങ്ങനെ പല കേസുകെട്ടുകളുണ്ട്. കാരണം എന്ത് ചെയ്യാനാ, ഈ കറക്റ്റ് തെളിവും കാര്യങ്ങളൊന്നും കിട്ടാതെ ഈ ആൾക്കാരിരുന്നിട്ട് എന്താ പറയണ്ടോ, ഒരു വ്യക്തിനെ കുറിച്ച് സംസാരിക്കുമ്പം അതങ്ങ് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പം എക്സാമ്പിൾ തന്നെ, ആ ഒരു വോയിസും കാര്യങ്ങളും കേട്ടിട്ടാണ് നിങ്ങൾ കുറച്ചെങ്കിലും വിശ്വസിച്ചത്. ഇല്ലെങ്കിലോ നിങ്ങളെല്ലാവരും ഈ പറയുന്ന ഫിറോസിനെ കുറ്റം പറഞ്ഞാൽ ഇവർക്ക് സപ്പോർട്ട് ചെയ്തേനെ. അയാളെ തെളിവ്, പൂക്കുട്ടിയുടെ എല്ലാ തെളിവും കാര്യങ്ങളും ഒക്കെ. ഞാനൊരു കാര്യം പറയട്ടെ, ഇവളെ പൂക്കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നിർത്തുന്നത് നിങ്ങളെല്ലാം കേട്ടതല്ലേ? അവർക്ക് എന്തിതുണ്ട് ഈ ഫിറോസിനെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്? അയാൾ എന്ത് കൊള്ളരത്തിനായിക്കോട്ടെ, ഇവള് തേടിപ്പോയൊരു ആളാണ് പൂക്കുട്ടി. എന്നിട്ട് അവിടെ അയാളുടെ അവസ്ഥയോ എന്താണ്? സമാധാനമില്ല. ഒരാളെ ഇട്ടിട്ട് പോയതല്ലേ, അപ്പോൾ പിന്നെ എന്ത് കിട്ടാനാ നിനക്കൊക്കെ? വേണ്ട, പോവേണ്ട, അങ്ങനെ ഇങ്ങനെയാണ് വൃത്തിയിട്ടവനാണെന്ന് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾ വെറുക്കപ്പെടും. പക്ഷെ ആ കുഞ്ഞിന് ഇപ്പോഴും തന്നോടൊരു ഇഷ്ടം തോന്നിക്കാൻ കാരണം ഞാൻ ഒരൊറ്റ എന്റെ അവിതാര്യമാണ്, എന്റെ ഭിക്ഷയാണോ അത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ മോനെ തനിക്ക് തരുന്നത് ഇനി തരുത്തില്ലടോ. കാരണം കുറച്ച് അലിഗേഷനും കൂടെ ഞാൻ തന്നെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് പേടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ താൻ ഒരു ആണും പെണ്ണും കെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സ്വന്തം മോളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ നിനക്ക് പീഡിപ്പിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ മോനെ താൻ യൂസ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. താൻ ലീഗലി പോടോ, ലീഗലി പോയിട്ട് ഞാൻ ലീഗലായിട്ട് മൂവ് ചെയ്യാം തന്റെ കുഞ്ഞിനെ. ഇപ്പം എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പം ദിയ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്, എല്ലാം മനസ്സിലായി. എൻ്റെ പൊന്നോ, അപ്പോൾ ഇവിടെ ആദ്യം മോളെ വെച്ച് വരെ ഇവിടെ കമ്പയർ ചെയ്തിട്ട് കേസ് കൊടുക്കാറുന്ന ടീമാണ്. 10 പൈസയ്ക്ക് വേണ്ടി കാണിക്കുന്ന ഓരോരോ അഭിപ്രായങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് വേണം. ഇത്രയും നാള് ഞാൻ തന്നെ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ മറച്ചു വെച്ചിട്ടുള്ളൂ. 2500 രൂപ ചെലവിന് തന്നിട്ട് ഒരു വർഷം കൊണ്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് വിളിച്ചാൽ എന്റെ ഉമ്മയുടെ ഫോണിൽ 2500 രൂപ ചെലവിന് തന്നിട്ട് 2000 ആദ്യം അയച്ചു, പിന്നെ ഒരു 500 രൂപ കൂടെ കൂട്ടി. ഓരോ മാസം മറ്റേ വർഷത്തിൽ കൂട്ടുന്ന കണക്ക് ഒരു 6-7 മാസം ആയപ്പോഴത്തേക്ക് 500 രൂപ കൂടെ കൂട്ടി. തനിക്ക് വരുമാനം ഇല്ലാത്തതൊന്നുമല്ല, തനിക്ക് ജോലിയുണ്ട്, വേറെ ഭാര്യയോ മക്കളോ വേറെ ഒന്നോ അതെനിക്ക് അറിയത്തില്ല കേട്ടോ. ഇനി അങ്ങനൊന്നും ഇല്ലല്ലോ, തനിക്ക് ഉണ്ടോന്ന് എനിക്ക് അറിയത്തുമില്ല. അപ്പൊ തനിക്ക് അത്ര ചെലവൊന്നുമില്ലല്ലോ, സ്വന്തം കുഞ്ഞിനെ പോലും കൊടുക്കും. എന്നിട്ട് ഞാൻ തന്നോട് സംസാരിക്കാൻ വന്നിട്ടില്ല. എന്റെ ഉമ്മയുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത്. അപ്പോഴും
തനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ അടുത്ത് തെർക്കിക്കാനോ വന്നിട്ടില്ല. കാരണം അന്നിട്ട് ഞാൻ മുമ്പിൽ ചോദിക്കും, എന്തിനാ ഈ നെക്കടിച്ച് 2500 മേടിച്ച് ഒരാഴ്ചത്തെ സ്നാക്സ് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നവർക്കറിയാം. ഒരാഴ്ചത്തെ സ്നാക്സ് മേടിക്കാൻ പൈസ പോലും തികയത്തില്ലത്. ആ 2500. അപ്പൊ എന്റെ ഉമ്മി പറയുന്നതാ, മൂത്ത കൊച്ചിനോ കൊടുക്കുന്നില്ല, അതിന്റെ ഉത്തരവാദിത്വം അറിഞ്ഞിട്ടില്ല, ഇവനെങ്കിലും കൊടുത്ത് 2500 കൊടുത്തിട്ട് ആ കുഞ്ഞിന് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ഒരു മനസ്സാക്ഷി അങ്ങനെ കിടക്കട്ടെ. എന്റെ ഉമ്മി മനസ്സാക്ഷി കാണിച്ചത്. ആ മനുവില്ലേടോ തനിക്ക്. അതെ, ഒരു മാസം 1.5 കോടി രൂപയോളം ചിലവാക്കിയതാണ് പൂക്കൂട്ടിയുടെ. ആ ടീമാണ് ഈ വന്നിട്ട് പറയുന്നത്. എടോ, ചിലപ്പോൾ ആൾക്കാർ തരത്തില്ല. കാരണം എന്താണെന്നറിയോ, വിശ്വാസവഞ്ചനയാണ് ചെയ്തത്. വിശ്വാസവഞ്ചന ഉള്ള സമയത്ത് വേറൊരുത്തൻ്റെ കൂടെ പോകുമ്പോൾ പിന്നെ എന്താണ്, ഒന്ന് ആലോചിച്ച് നോക്ക്. അയാൾ എന്ത് പറയും? കാരണം കൂടുതലായിട്ട് കൊടുക്കാത്തതെന്ന് വെച്ചാൽ അതെടുത്തും ഇവരുടെ ദൂർത്തും അടിയും അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പം. അല്ലാതെ ഇപ്പം എന്താ പറയാനാ, നാണവമാനമില്ലാതെ വന്നിട്ട് ഇരുന്ന് സംസാരിക്കുന്നത്. ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ബാക്കി കൂടെ വെക്കാം. പിന്നെ ഞാനിപ്പം വന്ന് മെയിനായിട്ട് എന്നെ കുറിച്ച് ഇപ്പം കുറെ അലിഗേഷൻ രണ്ടാമതും കുറെ വന്നു. നിയാസനയുടെ കാര്യം, ഫിറോസ് ഖാനും കൂടെ. ഞാൻ അങ്ങനത്തെ ഒരു വൃത്തികെട്ട രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാതെ MDMO കുറെ സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടെസ്റ്റ് ചെയ്യും. ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ചിലപ്പം ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ദിയാസനയുടെ പേരെടുത്തിട്ടാരാ ആ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് അതിൻ്റെ അത് മറുനാടൻ ആ ടീം ദിയാസനായിട്ട് ഭയങ്കര ഉടക്കം കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവർ ദിയയുടെ പേരെടുത്തിട്ട് ഇപ്പം അത് നൈസായിട്ട് പറയേണ്ട ചില ആൾക്കാരെടുത്തിട്ട് ആ വീഡിയോ ദിയക്കെതിരെ ചെയ്ത് ഇപ്പം അതാണ് ട്രെൻഡെന്ന് കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ട് വളച്ചൊടിക്കാൻ വേണ്ടിയാണ് പിന്നെയും ദിയയെ പിടിച്ചിടുന്നത്. അപ്പോൾ ദിയാസന അടിച്ചു എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ രക്ഷപ്പെടുന്ന ആരാ? പൂക്കുട്ടി. മോളെ, നിനക്ക് പറഞ്ഞു തന്ന ബുദ്ധി ഏതവനാണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ പാളിപ്പോയി. ഞങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിനക്കെതിരെ സപ്പോർട്ട് ചെയ്യത്തില്ല. അതായത് ദിയയുടെ വിഷയം ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, ഞങ്ങൾ പൂക്കുട്ടിയുടെ കാര്യം സംസാരിക്കും. ആ കള്ള വെടുവാലിയുടെ കാര്യം തന്നെ സംസാരിക്കും, ഒരു മടിയില്ല. തൊട്ട് മുന്നേ ആയിരിക്കും. കാരണം എനിക്ക് ഇവരെയൊക്കെ പേടിയുണ്ട്. എന്റെ വീട്ടിൽ ഞാൻ എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എന്റെ ശരീരത്തിൽ കെട്ടിക്കൊണ്ട് ഇടുമെന്നൊക്കെ പേടിയുള്ളതുകൊണ്ട് എത്രയും വേഗം തന്നെ എന്നെ ടെസ്റ്റ് ചെയ്ത് എന്നെ അറിയാവുന്ന ആൾക്കാരുടെ മുന്നിൽ ഞാൻ ഈ വക സാധനം ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് തെളിയിക്കേണ്ട കടമ എനിക്കാണ്. ചിലപ്പം ഈ വീഡിയോ ടെസ്റ്റ് ചെയ്ത ശേഷം അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന സമയത്ത് എടുത്തോളൂ. അതിനുശേഷം എന്റെ ശരീരത്തിൽ എന്ത് വന്നാലും അതിനുള്ള ഫുൾ ഉത്തരവാദിത്തം ഞാൻ പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിലോ എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടോ എനിക്ക് പേടിയാണ്. കാരണം ക്രിമിനലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പൊ അവരെന്തായാലും നെക്സ്റ്റ് അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് ടെസ്റ്റ് ചെയ്യുക. അപ്പൊ വീട്ടിൽ സാധനം കാണും. അപ്പൊ ഏകദേശം അതിന് ഒരു തീരുമാനമായി. ഇനി അവിടുന്ന് എല്ലാം പിടിച്ചു കഴിഞ്ഞാലാ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തില് ഞാൻ പോവാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റേഷനാണോ അതിന്റെ ലീഗൽ വശം എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ എന്തായാലും ലീഗൽ വശമായിട്ട് തന്നെ ഞാൻ എന്നെ ടെസ്റ്റ് ചെയ്യും. ഞാൻ അവരുടെ റിക്വസ്റ്റ് ചെയ്യും. അതുപോലെ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ദിയാസന നീ വന്ന് ടെസ്റ്റ് ചെയ്യടി. അതേപോലെ തന്നെ റോഷ്നി നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. നിന്റെ ഫോട്ടോയും വെളിയിലായിട്ടുണ്ടല്ലോ, നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. ഫിറോസ് ഖാനെ എനിക്കറിയത്തില്ല ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, പക്ഷെ താനും വന്ന് ചെയ്യണം ഉറപ്പായിട്ടും. കാരണം നിങ്ങൾ 3 പേരാണ് എന്നെ കുറിച്ച് ഈ അലിഗേഷൻ പറഞ്ഞതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നത്. അപ്പം ഈ 3 പേര് എന്നെ കുറിച്ച് പറയാമെങ്കിൽ അവകാശം ഉണ്ടെങ്കിൽ അവരും വന്ന് തെളിയിക്കാം. അതുകൊണ്ട് ഈ ജനങ്ങളോട് റിക്വസ്റ്റ് ഞാൻ പറയുക, നിങ്ങൾ ഈ കണ്ട ലോകത്ത് പോക്സോ കേസ് എന്ന് പറയുന്ന സാധനങ്ങളും ഇല്ലീഗലായിട്ട് നടക്കുന്ന കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് അതൊക്കെ വച്ചിട്ട് ഏതെങ്കിലും പെണ്ണുങ്ങൾ എങ്ങനെങ്കിലും പോകുന്ന അത് പിടിച്ചത് അറിയാതെ ഈ നാട്ടില് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന സാധനങ്ങൾ, പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ പ്രായപൂർത്തിയാവാത്തൊരു കൊച്ചിനെ പീഡിപ്പിക്കുന്ന കാര്യം പറഞ്ഞത്, അത് ഈ ലോകത്ത് നടന്നോട്ടേനോ? അതേപോലെ തന്നെ കഞ്ചാവ്, MDM അങ്ങനെയുള്ള സാധനങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്കുള്ള വിതരണവും ഇവളുമാർ ഇങ്ങനെയുള്ള ഇപ്പൊ പറയുന്ന സോഷ്യൽ വർക്കറാണ് ഞാനെന്ന് പറഞ്ഞു. ഇവളുമാരുള്ളപ്പോൾ ആൾക്കാർ വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും നാട് നശിപ്പിക്കാനും. അപ്പൊ ഈ 2 കാര്യം ഇവിടെ നടന്നോട്ടേന്നാണോ നിങ്ങൾ പറയുന്നത്? സ്വന്തം മക്കൾക്ക് പോലും സേഫ്റ്റി ഇല്ലാത്ത കാലം പോലെ ആക്കി വേണോ ഇതുപോലെ? കേൾക്കാൻ വയ്യ. വയറ്റിലൊരു കുഞ്ഞുള്ള സമയത്ത് അതിനെ വേണ്ടാന്ന് വെച്ച ടീമുകളൊക്കെയാ നശിപ്പിച്ചവരൊക്കെയാണ് ഈ കിടന്ന് ഡയലോഗ് അടിക്കുന്നത്. അത്രേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ മറുപടിയും കാര്യങ്ങളൊക്കെ. വലിയ മാസ് കാണിക്കാൻ വന്നിരിക്കുന്ന ഒരു ടീം. ഞാൻ പറയട്ടെ, പ്രൂഫ് ഉണ്ടോ? നിങ്ങൾ അടിക്ക്. ആ ഒരു കാര്യത്തിൽ മാത്രം വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യും, പ്രൂഫ് ഉണ്ടെങ്കിൽ. പക്ഷെ പൂക്കുട്ടിയുടെയും ഒക്കെ കാര്യങ്ങൾ ഇനി ഓരോന്ന് കിടപ്പുണ്ട്. നിങ്ങൾ പറഞ്ഞ ഓരോ വോയിസും കാര്യങ്ങളും കിടപ്പുണ്ട്. അയാളെ 3, 4, 5 കോടി രൂപ കൊടുത്ത് 5, 6 എന്താ പറയാ, ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ആൾക്കാർ ഇതെല്ലാം നൈസായിട്ട് ഇവരെ തലയ്ക്ക് ആദ്യം വെച്ച് പൂക്കുട്ടിയെ രക്ഷപ്പെടുത്താൻ നോക്കി. പിന്നെ ഇവരെയും കൂടെ രക്ഷപ്പെടുത്തണമെന്ന് ചിലപ്പോൾ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് കാണുമായിരിക്കും.
എന്തിനാണോ ഈശ്വര ഇങ്ങനെ കുറെ ആൾക്കാർ വന്നിരിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ നിങ്ങൾ പ്രതികരിക്കേ ഈ ചെറിയ ഈ പറഞ്ഞ കണക്ക് അവൾ അവരോടെ പോയി അവൻ ഇവരോടെ പോയി ഇങ്ങനെ പോയി, അതല്ല. ആദ്യം ഈ ലോകത്തിനെ നന്നാക്കാനുള്ള ഡ്രഗ്സ്, ഇങ്ങനത്തെ സാധനങ്ങളും, പിന്നെ അതേപോലെ തന്നെ പീഡനം, പ്രായപൂർത്തിയാവാത്ത കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതും, ഇത് ലോകത്തിനോട് കൊണ്ടുപോകാൻ നിങ്ങൾ. ഇനി നിങ്ങൾ എന്നെ അടുത്ത എന്തെങ്കിലും പറഞ്ഞ് എന്നെ കൊല്ലാകൊലേ. ഇപ്പം ഞാനും രേണുസുതിയെ പോലെ തന്നെ എനിക്ക് ഈ കമന്റ് കേട്ടപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര വിഷമവും ഡിപ്രഷനും ഉറക്കമില്ല. ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കിടന്ന് കരച്ചിലും ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ സ്ട്രോങ് ആയി. ഞാൻ ജീവിക്കൂടി. എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഇനി ഏതവളമാരെ എന്നെ കുറിച്ച് എന്ത് പിഴച്ചു മറന്നോ മറ്റേ മറച്ചു മറന്നു പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ല. എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം. ഇതിന്റെ അവസാനത്തെ വീഡിയോ ഞാൻ പറയത്തില്ല, എന്നാൽ എനിക്ക് ജീവിക്കണം. എന്റെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് പല വീഡിയോകളും കൊളാപ്സും കാര്യങ്ങളും ഒക്കെ ഇടണം. ഞാൻ ഇതുപോലെ പിഴച്ചൊന്നും ഉണ്ടാക്കിയതല്ല. പിഴച്ചൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ നിന്നിട്ടില്ല. എനിക്ക് സമ്പാദിച്ച് എന്റെ മക്കളെ നോക്കണം. അതുകൊണ്ട് ഞാൻ വരും. അതുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ഫിറോസ് ഖാന് ഈ മോനെ ഇത്രയും പറയുന്നുണ്ടല്ലോ, എടാ നാണമാണോ ഇല്ലാത്തവനെ? നിനക്ക് ഈ കുഞ്ഞിനെ നീ വല്ലപ്പോഴും ആഴ്ചയിലൊക്കെ വിളിച്ചോണ്ട് പോകായിരുന്നു. ഈ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുന്നേ നീ ആദ്യം ആ കുഞ്ഞിനെ വിളിച്ചോണ്ട് പോയിട്ട് ഈ വീഡിയോ ഇടാൻ ഞാൻ തരുന്നതാ. നിനക്ക് ഈ കുഞ്ഞിനോട് ഭയങ്കര സ്നേഹമെന്ന് പറയുന്നുണ്ടല്ലോ. എടാ എന്റെ കുഞ്ഞ്, ഈ 2 കുഞ്ഞുങ്ങളും എന്റെ വീട്ടുകാരും എന്റെ ഈ ട്രോമ, ഞാനൊരു ട്രോമയിലോട്ട് കാരണം എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ സൈബർ അറ്റാക്ക് വരുന്നത്. ഞാൻ ട്രോമയിലോട്ട് പോയി, ഞാൻ ഇവിടെ പാനിക്കായി വല്ലാത്ത അവസ്ഥയിൽ ഞാൻ ഇവിടെ കിടക്കുന്ന ഒരു പാനിക് സിറ്റുവേഷൻ എന്റെ കുഞ്ഞുങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുങ്ങളും എന്റെ കൂടെ ഇരുന്ന് കരയുക. എനിക്ക് വല്ലാത്ത അവസ്ഥയിൽ ഞാൻ കരച്ചിലും ഇതെല്ലാം ആ കുഞ്ഞുങ്ങൾ നോക്കുന്നുണ്ട്. എടാ ഒന്നുമില്ലെങ്കിലും നിന്റെ കുഞ്ഞാന്ന് പറഞ്ഞാൽ നീ ഭയങ്കര അവകാശം. നീ എന്തുകൊണ്ട് വിളിച്ചോണ്ട് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിന്റെ കുഞ്ഞിനെ വിളിച്ചോണ്ട്? ആ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നീ ഈ വീഡിയോ ഇട്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ സല്യൂട്ട് ചെയ്തേനെ. എടാ ഞാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമോശം ചെയ്തു പോന്നു. ഈ പെട്ടെന്നുള്ള അറ്റാക്കിൽ നമുക്ക് ആർക്കും താങ്ങാൻ പറ്റത്തില്ല. അതിൽ കുറച്ച് നമ്മളെ വീട്ടുകാരും കുറച്ച് ആൾക്കാരും എന്നെ സ്ട്രോങ് ആയിട്ട് നിർത്തുന്നുണ്ട്. ഒരു പക്ഷെ ഞാൻ ഒറ്റപ്പെട്ടു പോയായിരുന്നു, ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് മോശം കൊടുത്ത് ഞാൻ ചത്തുപോയനെ. ആ നിമിഷം എന്റെ ബുദ്ധി തോന്നി ഈ കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും കൊടുത്ത് ഞാനങ്ങ് ചാവാന്ന് വിചാരിച്ചായിരുന്നെങ്കിലോ? അപ്പൊ നിന്റെ ഈ കുഞ്ഞ് ചാവത്തില്ലായിരുന്നോടാ? നീ ഭയങ്കര സംഭവമായിട്ട് പറയുന്നല്ലോ, ഒന്നാണോ മണിയില്ലാത്തവനെ. എടാ കുഞ്ഞിനെ വെച്ച് ഭയങ്കര വിഷമത്തോടെ ഭയങ്കര വന്ന് കരച്ചിൽ പറയുന്നുള്ളൂ. എടാ നീയൊക്കെ ആരാണെന്ന്, എടാ നീയും ദിയൊക്കെ ഭയങ്കര വളർത്തിനെ പോലെ, നീ ഇതൊന്നും അല്ലെന്നുള്ളത് നാട്ടുകാർക്ക് ചിന്തിക്കുന്നവർക്ക് അറിയാം, ബുദ്ധിയുള്ളവർക്ക് അറിയാം ആരാണെന്ന്. പിന്നെ ഈ നെഗറ്റീവ് പറയുന്ന നെഗറ്റീവുകളെ പിന്നെ ഒരു കാര്യം, എൻ്റെ പൊന്നെ ചേച്ചി, ഈ ഒരു വിഷയത്തിലേ ഉള്ളൂ അങ്ങേരെ സപ്പോർട്ട് ചെയ്യുന്നത്, മനസ്സിലാക്കിയോ? അല്ലാതെ അയാൾ ഇച്ചിരി ദേഷ്യക്കാരനാണ്, വാശിക്കാരനാണ്, പൊണ്ണയാണെന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം. പക്ഷെ ഞങ്ങളുടെ മാറ്റർ വേറെ ഒന്നുമല്ല. ഈ ഒരു വിഷയം, ഈ ഒരു കാര്യത്തിൽ അതിനെ നിങ്ങൾ ചതിച്ചു. ഇപ്പം നിങ്ങളുടെ സംസാരം അത് എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യങ്ങൾ തന്നെയാണ്. ഇവരുടെ ഉള്ളിലെ വിഷം എന്താണെന്ന് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഞാനിത് കേട്ടിങ്ങനെ ഇരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ പറഞ്ഞ് മനസ്സിലായോ? നേരത്തെ സോഷ്യൽ മീഡിയ എൻ്റെ ഇക്ക ഇപ്പം കണ്ടില്ലേ, ഇപ്പം കൈവിട്ട് പോയി ചേച്ചിക്ക്. അവരുടെ ഞാൻ പറയുന്നത്, നിങ്ങൾ ആരും അല്ല എനിക്ക് ചെലവിനിരുന്നത്, നിങ്ങൾ ആരും മറ്റേ അല്ല ഞാൻ ജീവിക്കുന്നത്. നീ പൂക്കുട്ടിയുടെ ഉണ്ടാക്കിയാ ജീവിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അവൻ്റെ കൈയിട്ട് വാരി കുഞ്ഞു പോയാലൊന്നൊരു വിഷയമല്ല. എനിക്ക് ഇത്ര രൂപ മാത്രം പറയുന്നത്. നിന്നെപ്പോലുള്ളവന്മാരെ പിന്നെ എന്തോ പറയണം? പറ, നിന്നെപ്പോലുള്ളവന്മാരൊക്കെ എന്തോ പറയണം? നാണവും മാനവും ഇല്ലാത്ത വ്യക്തി. അന്തസ്സായിട്ട് സമ്പാദിച്ച് നല്ല രീതിയിൽ തന്നെ ജീവിക്കണം. അതെ, നമുക്കറിയാം, നമുക്ക് നല്ല രീതിയിൽ അറിയാം സമ്പാദിക്കുന്നത്. ഏതെങ്കിലും ഒരാൾ ഇഷ്ടപ്പെടാതിരിക്കും, അത് എന്റെ ഇഷ്ടമാടാ. ഇനിയൊക്കെ നീ എന്നെ അറ്റാക്ക് ചെയ്യുമ്പോ ഞാൻ അത് ആസ്വദിക്കാം. എന്തായാലും ഞാൻ കുറച്ചും കൂടെ ഫേമസ് ആയി, അറിയാത്തവരും കൂടെ എന്നെ അറിഞ്ഞിട്ടുണ്ട്. എനിക്കും പറഞ്ഞ കണക്ക് ഇനിയിപ്പോ ഈ സാധനമൊക്കെ എനിക്കിട്ട് കുറച്ച് അങ്ങനെയെങ്കിലും ഞാൻ പൈസ ഉണ്ടാക്കിയോട്ടെ. അല്ലാതെ ഇനി പറഞ്ഞ കണക്ക് പിഴച്ചു വല്ല ഗെയിം വിറ്റോ അല്ലെങ്കിൽ കൊച്ചുങ്ങളെ കൊണ്ട് കൂട്ടി കൊടുത്തോ അല്ലെങ്കിൽ പിഴച്ചോ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അപ്പം നിങ്ങളെല്ലാവരും കാണുക, കമന്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക. എന്തുണ്ടെങ്കിലും നെഗറ്റീവ് കമന്റ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, ഞാൻ ആസ്വദിക്കും. ഓക്കെ, അപ്പം ചലഞ്ച് മറക്കണ്ട കേട്ടോ. ഇതൊരു ചലഞ്ചായിട്ട് ഞാൻ എടുക്കുന്നത്. ടെസ്റ്റ് ചെയ്യണം കേട്ടോ. 3 പേരും ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ കാണിക്കടി, നിങ്ങളെല്ലാം കാണിക്കടാ എന്നുവെച്ചിട്ട് ഈ റിസൾട്ട്. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ 3 കോടി മേടിച്ച് സെറ്റിലായെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ആ 3 കോടി മേടിച്ചതിന്റെ തെളിവ് കൊണ്ടുവരുന്നവർക്ക് 2 കോടി ഞാനും കൊടുക്കും. ഉറപ്പാ. എന്റെ മക്കള് സത്യം ഞാൻ ചലഞ്ച് ചെയ്യുന്നതും 2 കോടി ഞാൻ അവർക്കും കൊടുക്കും. ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നത്. എന്റെ അക്കൗണ്ടിലോ എന്റെ ഏതെങ്കിലും രീതിയിൽ എനിക്ക് 3 കോടി എന്റെ അക്കൗണ്ടിൽ കിട്ടി, ഞാൻ അതിൽ സൂഹിക്കാന്നല്ലേ പറഞ്ഞു. 3 10 കോടി മൂഞ്ചിരുന്നു. അല്ല, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഇവിടെയൊക്കെ എന്തോ പറയണം, നിങ്ങൾ തന്നെ പറ. ഇവള് തന്നെയല്ലേ ഇവിടെ വോയിസിൽ പറഞ്ഞത്, ഞാൻ പൈസ ചോദിച്ച് 3-4 കോടി എന്നൊക്കെ. പിന്നെ ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. സജിയെ കുറിച്ച് പറയുന്നത് ആരാന്നൊക്കെ നമുക്കറിഞ്ഞ സജി ഞെട്ടും. അതിനകത്ത് 2 കോടി ഈ തെളിവ് കൊണ്ടുവന്നമാർക്ക് ഞാൻ 2 കോടി അങ്ങ് തരാം. പോരെ?
മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഇട്ട അപ്പൊ സരിത പോടാ നീയൊക്കെ. ഇനിയും കമന്റ് വാടാ. ഇനി ഞാൻ എന്തായാലും ഇത്രയും ദിവസം എന്റെ കമന്റുകൾ ഞാൻ ഓഫ് ചെയ്തിട്ടിരുന്നു. കാരണം ആദ്യമൊക്കെ എനിക്ക് പറ്റത്തില്ല. ഞാൻ കാരണം സൈബർ അറ്റാക്ക് ആദ്യമായിട്ട് അനുഭവിക്കുന്നത്. അതുകൊണ്ട് എനിക്കിതൊക്കെ കാണുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ പറയൂലേ, എഴഞ്ഞ് കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോഴത്തേക്ക് എഴഞ്ഞ് വീണ് കാല് മുറിഞ്ഞ് വീണ്ടും ശീലമായിക്കോളും അല്ലേ? പറ കേക്കട്ടെ. ഏഴഞ്ഞ കുഞ്ഞ് പിന്നെ അവരങ്ങോട്ട് പയ്യെ കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങും, പിന്നെ ഓടാൻ തുടങ്ങും, ചാടാൻ തുടങ്ങും, പിന്നെ ആരോഗ്യത്തോടെ അവർ എല്ലാം ചെയ്യാൻ തുടങ്ങും എന്ന് പറയുന്ന കണക്ക് ഞാനും അതേ സിറ്റുവേഷൻ. വീണു തീർന്നു, ആ വേദന എന്താന്ന് മനസ്സിലാക്കി ഇപ്പം സ്ട്രോങ് ആയിട്ട് ഞാനങ്ങ് എഴുന്നേക്കാം. ഇനി ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എങ്ങനെ ജീവിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ലടാ. എന്തായാലും കുറച്ച് എന്റെ ഇൻസ്റ്റാഗ്രാം പോലും പടാന്ന് പറഞ്ഞോണ്ടാ ഇൻസ്റ്റാഗ്രാമൊക്കെ സത്യം പറഞ്ഞാൽ ഫോളോവേഴ്സ് ഒക്കെ കൂടി വരുന്നത്. ഇനിയും നിങ്ങൾ എന്നെ കൂട്ടി തരണം കേട്ടാ. എന്നെ കുറച്ചു മുമ്പേ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ആണും പെണ്ണും കെട്ടതെന്ന്. ഞാൻ ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡേഴ്സിന് അവരെയല്ല ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ വളച്ചു വിട്ട് ഇനി അതും വേണമെങ്കിൽ പറഞ്ഞ കമന്റ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ അത് വ്യക്തമാക്കി പറയുന്നത്. ആണുങ്ങളോടും പെണ്ണും ഒരുപാട് കഷ്ടപ്പെട്ട വീഡിയോ എടുക്കുന്നത്, ഒരുപാട് ആലോചിച്ചും കണ്ടും മാത്രം. കാരണം ആ വീഡിയോയുടെ കട്ടിങ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഇപ്പൊ പെട്ടെന്ന് കണ്ടില്ലേ, ഇപ്പോഴും ടെൻഷൻ അടിച്ചിട്ടാണ് ഓടിക്കേറി വന്നേക്കുന്നത്. ട്രാൻസിനെ വല്ലതും പറഞ്ഞെന്നുള്ള രീതിയില്ല. അയ്യോ, ഞങ്ങൾ അത്ര വളച്ചൊടിക്കുന്ന ടീമൊന്നുമില്ല. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആ താത്തയാ ഓടിക്കുന്നത്. അതുകൊണ്ട് ചേച്ചി പേടിക്കണ്ട. നിങ്ങളോടും താല്പര്യമുള്ള ആണ്. അപ്പം എനിക്ക് പേടിയുണ്ട് എന്റെ മകനെയും കൂടെ കൊടുത്തുവിടാൻ. കാരണം 16 വയസ്സുവരെ ഒരു കുട്ടിയെ പീഡിപ്പിച്ചവൻ തീർച്ചയായിട്ടും ഈ അവന്റെ മോനെയും കൂടെ അവൻ അതുപോലെ മിസ്യൂസ് ചെയ്യുന്നുള്ളത് പേടിയുണ്ട്. അതുപോലത്തെ ഒരു കാര്യം കൂടെ ഞാൻ കേട്ടുകൊണ്ടാണ് ഇത് പറയുന്നത്. എനിക്കത് പേടിയുണ്ട്. ലീഗലി തന്നെ ഉള്ള മൂവിയാ, എനിക്കത് പേടിയുണ്ട് അയാൾ. അതുപോലെ തന്നെ മന്ത്രിയായ രമേശ് ചെന്നിത്തല സാറാണ് ഇപ്പം ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നതിന്റെ നിയമം സാറാണ് എടുത്തിരിക്കുന്നത്. സാറിന്റെ അടുത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, പബ്ലിക്കിൽ വന്ന് ഇത്രയും ആൾക്കാർ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അലിഗേഷൻ പറഞ്ഞുകൊണ്ട് ഒരു MDMനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ കുറിച്ചും ഞാൻ തെളിവ് സഹിതം ഒരാളുടെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സർ. തീർച്ചയായിട്ടും എന്നെയും ദിയാസനെയും ഫിറോസ് ഖാനെയും ഈ പറഞ്ഞ റോഷിനെയും ഞങ്ങൾ 4 പേരെയും സർ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇത് തൊപ്പിയുടെ വെർഷനാണല്ലോ. ഈശ്വരാ, എന്റെ പൊന്നി ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് പുള്ളിക്കാരനോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയത്തില്ലായിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളുടെ MLA ആണ്. ഞങ്ങളുടെ MLA ആണ്. ഇല്ല എന്താ പറയുക, അഞ്ജലി പറയുന്ന തൊട്ട് ഞങ്ങളുടെ MLA ആണ്. ഞാൻ പറയത്തില്ലായിരുന്നോ? ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 4 പേരെയും ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ സാറിനോട് അപേക്ഷിക്കുകയാണ്. സാറിന്റെ കണ്ണുമുന്നിൽ തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത്. എനിക്ക് സാറിന്റെ മുന്നിൽ പുള്ളിക്ക് നിങ്ങളുടെ വീഡിയോ നോക്കിക്കൊണ്ടിരിക്കാനല്ലേ പണി. എത്താനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സാറിന്റെ അടുത്ത് ഞാൻ കംപ്ലൈന്റ് ചെയ്യേണ്ട രീതിയിലല്ല ഞാൻ ചെയ്തിട്ടുണ്ട് സാർ. ഇപ്പൊ എന്റെ പേരിലും കൂടെയാണ് ഇങ്ങനത്തെ ഒരു സാധനം നടക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ആൾക്കാരുടെ മുന്നിലായാലും ബാക്കിയുള്ളവരുടെ മുന്നിലായാലും ഞാൻ എന്റെ തെറ്റുകൾ തിരുത്താനോ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ എന്താണെന്ന് തെളിയിക്കാനുള്ള ഒരു കടമ എനിക്കുണ്ട്. അപ്പൊ എന്നെ കുറിച്ചും ഇങ്ങനെയുള്ള അലിഗേഷൻ പറയുന്നതുകൊണ്ട് ഞാൻ ഈ സാധനങ്ങൾ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ 4 പേരെ ഞങ്ങൾ 4 പേരെയും അറസ്റ്റ് ചെയ്യുകയോ ഇതിന്റെ നിയമവശം ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് ഞങ്ങളെ 4 പേരെയും ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ സാറിനോട് അപേക്ഷിക്കുകയാണ് സാർ. പ്ലീസ്, നാടിന് വേണ്ടി സാർ ഇത്രയും ചെയ്യുന്ന സാറിന്റെ കണ്ണുമുന്നിൽ കിടക്കുന്ന ഈ കാര്യങ്ങളോട് സാർ ചെയ്യണമെന്ന് സാറിനോട് അപേക്ഷിക്കുന്നു സാർ. ഞാൻ എൻ്റെ പൊന്നു മോളെ, ഒന്നെങ്കിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിവേദനമായിട്ട് എഴുതി കൊടുക്കും. അപ്പോൾ അവരന്വേഷിച്ചോളൂ. ഇവിടെ ഇരുന്നിട്ട് കൊണയടിച്ചാൽ സോഷ്യൽ മീഡിയ അല്ല ഇത് തരുന്നത്. സ്റ്റേഷനിൽ പോയി കൊണ്ടു കൊടുക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ എന്നെ വിളി, ഞാൻ കൊണ്ട് പുള്ളിയുടെ കൊടുക്കാം. ഇന്ന ഓരോരു സംഭവം ഉണ്ടെന്ന് എന്തോന്നാടി. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്ബൊക്കെ ചെയ്യാം. ബൈ, ലവ് യു ഓൾ ഗൈസ്. അപ്പം വിഷയം മാറ്റി കണ്ടില്ലേ, ദിയാസനയിൽ നിന്ന് പൂക്കുട്ടിയിൽ നിന്ന് തുടങ്ങി ദിയാസനയിലെത്തി. അവിടുന്ന് ഇപ്പോൾ രമേശ് ചെന്നിത്തല വരെ. നമ്മൾ വെച്ചാൽ പൂക്കുട്ടി മാത്രമേ ഉള്ളൂ. ആ കള്ള ഡാഷ് മോൻ വീട്ടിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഒരു മലപ്പുറംകാരൻ്റെ ജീവിതമൊക്കെ നീയൊക്കെ തൊലച്ചെൻ്റെ കണ്ണീരാ കുടുംബത്തിൻ്റെ നീയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. ബൈ, ലവ് യു ഓൾ ഗൈസ്.